ഹായ് കൂട്ടുകാരെ, നിങ്ങൾ ഒരു വീട്ടമ്മയാണെന്ന് കരുതുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഒന്നും സാധിക്കില്ലെന്നാണോ? ഇന്ന് നിങ്ങളുടെ കഴിവുകൾ മറന്നിരിക്കുന്ന ഒരു സ്ത്രീക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പറയാനുണ്ട്. നിങ്ങളുടെ കരുത്ത് അതിലുപരിയാണ്. നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ പുറത്തെടുത്തിട്ടേയില്ല. നിങ്ങൾ ഒരു സമാധിയിൽ അല്ലെങ്കിൽ നിങ്ങളൊരു കവചത്തിനുള്ളിൽ, ഈ ചിത്രശലഭം വിടരുന്നതിന് മുമ്പ് ഇരിക്കുന്ന ഒരു കൂടിൻ്റെ ഉള്ളിലാണ്. നിങ്ങളൊരു വീട്ടമ്മയായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥിതി അതാണ്. പക്ഷേ നിങ്ങൾ അതിന് മുൻപ് എന്തായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തായിരുന്നു, അതെല്ലാം നിങ്ങൾ വിവാഹത്തോടു കൂടി മറന്ന് ഒരു പ്യൂപ്പയായിട്ടിരിക്കുകയാണ്. അതെല്ലാം പൊട്ടിച്ചെറിയേണ്ട സമയം ഇതാണ്. നിങ്ങളുടെ കരുത്ത് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ സമയവും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ജീവിതവും നിങ്ങൾക്ക് തന്നെ തിരികെ നൽകുക. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ വേറെ ആരും വരില്ല. നിങ്ങളെ എപ്പോഴും സഹായിക്കുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ ആരെങ്കിലും ഒരു സമയത്ത് നിങ്ങളെ വന്ന് സഹായിക്കും. എൻ്റെ ഈ ജീവിതം ഇങ്ങനെയല്ല, ഇതെല്ലാം ഒരു ദിവസം ഓട്ടോമാറ്റിക്കലി മാറുമെന്ന് കരുതരുത്. അങ്ങനെ ഒരു വ്യക്തി ഈ ലോകത്തിൽ ഇല്ല. നിങ്ങളുടെ ചിന്തകളിലൂടെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ധൈര്യവും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകേണ്ട ആളും നിങ്ങൾ തന്നെയാണ്. ഇത് നിങ്ങളുടെ സമയമാണ്. തുടങ്ങാം. നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ അധ്യായം തുടങ്ങണമെന്ന് നിങ്ങൾ തന്നെ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ആശയങ്ങളും അതിനുള്ള ആത്മധൈര്യവും ഒത്തിരി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുത്തിയെടുക്കുകയും അതനുസരിച്ചുള്ള ആത്മവിശ്വാസം ബിൽഡ് ചെയ്യുകയും നിങ്ങൾ ആത്മവിശ്വാസമുള്ളവരായി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എത്ര നെഗറ്റീവാണെങ്കിലും അതിനെയെല്ലാം തള്ളി മാറ്റാനുള്ളൊരു ശക്തിയും ആ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ പോസിറ്റീവായിട്ട് ഓട്ടോമാറ്റിക്കലി ആക്കിയെടുക്കാനുള്ളൊരു കഴിവും നിങ്ങൾക്ക് തന്നെ വന്നു ചേരും. അതല്ലെങ്കിൽ നിങ്ങളുടെ ആ പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്വപ്നങ്ങളിലേക്ക് ചിറക് വെക്കണം എന്നുള്ള ആ ചിന്ത അതിയായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങും. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു ചിന്തയുമായിട്ടല്ലാതെ വെറുതെ സ്വപ്നം കാണുകയാണ്, എനിക്കിങ്ങനെ അല്ലായിരുന്നു, എനിക്ക് അങ്ങനെയായിരുന്നു വേണ്ടതെന്ന് മാത്രം ചിന്തിക്കാതെ അതിനുവേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ലോകം, അത് വീടിൻ്റെ ഉള്ളിലാകട്ടെ വീടിന് പുറത്താകട്ടെ, നിങ്ങളുടെ ചെറിയ ചുറ്റുപാടുകളാകട്ടെ, എന്തുമാകട്ടെ, അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുന്നത് നിങ്ങൾ പോലും അറിയാതെ അവിശ്വസനീയമായ രീതിയിൽ നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ വീട്ടിൽ ഞാനൊരു വീട്ടമ്മയാണ് എന്ന് കരുതി വെറുതെ ഇരിക്കുന്ന സ്ത്രീകളോട് നിങ്ങൾ വിവാഹത്തിന് മുൻപ് എന്തായിരുന്നു ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം ഞാൻ ഇങ്ങനെയൊക്കെ ആകണമെന്ന് വിവാഹത്തിന് മുമ്പേ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, അതൊക്കെ പൊടി തട്ടിയെടുക്കാനുള്ള സമയമാണ്. ഒരു കുഞ്ഞുണ്ടായി അല്ലെങ്കിൽ ഒരു വിവാഹം കഴിച്ചു പോയി വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കളെ നോക്കി വീട്ടുജോലികളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറേ സമയം നിങ്ങൾക്ക് കയ്യിലുണ്ടല്ലോ. അത് വെറുതെ മൊബൈലിൽ ഷോർട്സ് കണ്ടും മറ്റുള്ളവരുടെ ലൈഫ് കണ്ടും മറ്റുള്ളവരെങ്ങനെ സന്തോഷിക്കുന്നു, അവരെങ്ങനെ ടൂറിന് പോകുന്നു, അവരെങ്ങനെ പണം സമ്പാദിക്കുന്നു, അവരുടെ ഷോപ്പിംഗ് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് എക്സ്പെൻസീവായിട്ടുള്ള മേക്കപ്പ് ഐറ്റംസ്, ഡ്രസ്സ് ഇതൊക്കെ വാങ്ങുന്നത് എങ്ങനെ എന്നൊക്കെ കണ്ട് ആശ്ചര്യപ്പെടാതെ, അതും നിങ്ങളെപ്പോലെ തന്നെ ഒരു സ്ത്രീയാണ്. നിങ്ങളെപ്പോലെ തന്നെ ആഗ്രഹങ്ങളുണ്ടായിരുന്ന ഒരു സ്ത്രീ, ആ കവചം പൊട്ടിച്ചെറിഞ്ഞ് പുറത്തു വന്നെങ്കിൽ നിങ്ങളെക്കൊണ്ട് എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ള ചിന്ത നിങ്ങളെ ഭരിക്കണം. ആ ചിന്തയിൽ നിന്ന് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകുകൾ നൽകണം. നമുക്കും എത്തിച്ചേരാൻ പറ്റും എല്ലായിടത്തും. ഈ ഒരു ലോകത്ത് പുരുഷനേക്കാൾ കൂടുതലായിട്ടും പവർഫുള്ളും ഒത്തിരി കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാനും ഒക്കെ കഴിവ് കൊടുത്തിരിക്കുന്ന സ്ത്രീക്കാണ്. പക്ഷേ സ്ത്രീകൾ എന്തൊക്കെയോ ഒരു മൂടുപടം ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോകുന്നു. അതൊക്കെ പൊട്ടിച്ചെറിയേണ്ട സമയമായിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ തന്നെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ മോട്ടിവേഷണൽ വീഡിയോസ്, അല്ലെങ്കിൽ സെൽഫായിട്ട് എംപവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വായനകൾ തുടങ്ങണം. അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള എന്തെങ്കിലും ബിസിനസ് ചെയ്യാനോ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആരുടെ മുമ്പിലും ഒരു 10 രൂപ അല്ലെങ്കിൽ 100 രൂപ എനിക്ക് തരാവോ, എന്നിട്ട് തന്നില്ലെങ്കിൽ സങ്കടപ്പെടുന്ന ആ സ്ഥിതിയെല്ലാം മാറ്റിയെടുക്കണം. നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ മിനിമം 10th വിദ്യാഭ്യാസമുള്ളതാണ് എല്ലാ സ്ത്രീകളും. ഇതൊന്നുമില്ലാതെ എപ്പോഴും നമ്മൾ കമ്പാരിസൺ ചെയ്യും. ഉത്തർപ്രദേശ്, UP, നോർത്ത് ഇന്ത്യ സൈഡിലെ ലേഡീസ്, അവരൊക്കെ പോലും ഇപ്പോൾ വളരെ ഹൈലി ഏൺ ചെയ്യുന്ന ആൾക്കാരായിരിക്കുന്നു ഹൗസ് വൈഫുമാർ.
അവർക്കും എഡ്യൂക്കേഷൻ കിട്ടാൻ തുടങ്ങി. ഇപ്പം നമ്മുടേതിനേക്കാളൊക്കെ 10% മാത്രം എഡ്യൂക്കേഷൻ കിട്ടുന്ന അവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആകാമെങ്കിൽ 100% എഡ്യൂക്കേഷനുള്ള നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ? ആരെയാണ് നമ്മൾ പേടിക്കുന്നത്? നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ഇഷ്ടം പോലെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ജോലി ചെയ്യാൻ പറ്റും നമുക്ക്. അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മുടെ ഇഷ്ടം, അതായത് നമ്മുടെ പാഷൻ എന്താണ് അതനുസരിച്ച് ഒന്നിനെ കണ്ടെത്തുക. അത് ഒഴിവ് സമയങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ട് അല്ലെങ്കിൽ TV കണ്ട് അനാവശ്യമായി ഗോസിപ്പ് പറഞ്ഞ് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ അനാവശ്യമായി ചാറ്റ് ചെയ്ത് കളയുന്ന ആ സമയം വിനിയോഗിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കുക്കിംഗ് അറിയാം, പൂന്തോട്ടം നിർമ്മിക്കാൻ അറിയാം, ഗാർഡനിങ് അറിയാം, വെജിറ്റബിൾസ് കൃഷി ചെയ്യാൻ അറിയാം, ഇത് എന്തും ആവട്ടെ, അതിൽ നിന്ന് മന്ത്ലി കുറഞ്ഞതൊരു 1000 2000 എന്തും ആകട്ടെ, അത് ഏൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മാഭിമാനമാണ് അവിടെ ഉയർത്തുന്നത്. നിങ്ങൾ തന്നെ വളരെ ആത്മാഭിമാനമുള്ള വ്യക്തിയായിത്തീരും. നിങ്ങളൊരു ദിവസം ഒരു 500 രൂപയെങ്കിലും വെച്ച് സമ്പാദിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 100 രൂപയെങ്കിലും വെച്ച് സമ്പാദിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് തുടങ്ങാൻ. ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ എന്തോരം സമയങ്ങളാണ് വേസ്റ്റ് ആകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയകളിൽ എന്തോരം സമയമാണ് ഓരോരുത്തരുടെ കാര്യങ്ങൾ കണ്ട് വേസ്റ്റ് ആക്കുന്നത്. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സ്പാർക്ക് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു വീഡിയോ, അതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, അവരങ്ങനെ ചെയ്തെങ്കിൽ എനിക്കും പറ്റും എന്ന രീതിയിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് സ്വന്തമായിട്ടൊരു ഇൻകം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എല്ലാ ഹൗസ് വൈഫുമാരും മാറണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്തിനാണ് നമ്മളിങ്ങനെ സ്വയം ഒരു മൂടുപടത്തിനകത്തിരിക്കുന്നത്? അതിൻ്റെ ഒരാവശ്യവും ഇല്ല. നമുക്കിപ്പം എക്സാമ്പിൾ വലിയ നല്ല പഠിത്തമൊക്കെ ഉള്ള ഒത്തിരി സ്ത്രീകൾ വെറുതെ വീട്ടിലിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ പാഷൻ്റെ പുറകെ പോകൂ. വീട്ടിന് പുറത്തിറങ്ങാൻ സമ്മതിക്കാത്ത നെഗറ്റീവ് സാഹചര്യങ്ങളൊക്കെ ഒത്തിരി പേരുണ്ടായിരിക്കും. മിക്ക സ്ത്രീകളുടെയും ചിന്താഗതി വിവാഹം കഴിഞ്ഞതോടുകൂടി അവരൊരു അടച്ചിട്ട റൂമിലായിപ്പോയി, അതുകൊണ്ട് എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ, ഇനി എനിക്ക് ഇവിടുന്ന് ഒരു മോചനമില്ല, ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് അധിക പേരും. അവരവരുടെ കഴിവുകളെക്കുറിച്ചൊന്നും ചിന്തിക്കാറേ ഇല്ല, അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കാറില്ല. അങ്ങനെയൊന്നും ഇല്ല എന്ന് തന്നെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, എല്ലാവർക്കും കഴിവുണ്ട്. നിങ്ങൾ റോൾ മോഡലായിട്ട് ഏതെങ്കിലും ലേഡീസിനെ നോക്കൂ, നിങ്ങളെപ്പോലെ തന്നെയാണ്. സാഹചര്യങ്ങൾ എല്ലാവർക്കും ഏകദേശമൊക്കെ ഒരുപോലെ തന്നെയാണ്. പക്ഷേ ചിന്താഗതിയിലുള്ള മാറ്റം കൊണ്ടാണ് ഓരോരുത്തർ ഉയർച്ചയിലെത്തുന്നത്. എല്ലാവരുടെയും ചിന്താഗതി എത്ര ഹൈ ആണ് അതനുസരിച്ച് അവർ ഉയർച്ചയിലെത്തും. അത് എത്ര പഠിച്ചവരാണേലും പഠിക്കാത്തവരാണെങ്കിലും. ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെക്കാട്ടിലും ഒരു ജസ്റ്റ് പാസ്സൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ നല്ല ബിസിനസ് ബിസിനസ് മൈൻഡ് എന്നാണ് ഞാൻ പറയുന്നത്, നല്ലപോലെ ചിന്തിക്കാനും നല്ലപോലെ ആൾക്കാരോട് ഇടപഴകാനും, മീൻസ് എനിക്ക് എന്തെങ്കിലും ആകണമെന്നുള്ള ആ ചിന്തയുണ്ടല്ലോ, ആ ചിന്ത കൊണ്ട് മാത്രം ഉയരങ്ങളിലെത്തിയ എത്രയോ ആൾക്കാരെ നിങ്ങൾക്ക് കാണാം. പണ്ടത്തെ സാഹചര്യങ്ങളാണോ? ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ടോപ്പായിരുന്ന 1ാം റാങ്കോ 2ാം റാങ്കോ ഒക്കെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ബാങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ടോ മന്ത്ലി 50,000 1 ലക്ഷം ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവരുടെ എഡ്യൂക്കേഷൻ കൊണ്ട് അവർക്ക് ആ ഒരു ബൗണ്ടറി അവിടെ ഒരു വര വരച്ചു, അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് മാറാൻ പറ്റുന്നില്ല. എന്നാൽ അതേസമയം അതേ ക്ലാസ്സിൽ ബാക്ക് ബെഞ്ചിലിരുന്ന് പഠിച്ച് എല്ലാവരും ഇവനെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഇവളെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരൊക്കെ ഇപ്പം ബിസിനസ് ചെയ്ത് മാസങ്ങൾ ലക്ഷങ്ങളും 10 ലക്ഷവും 20 ലക്ഷം ഒക്കെ സമ്പാദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളിലൂടെ കാണുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന വീഡിയോസൊക്കെ എടുത്ത് നോക്കുക. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെക്കാളും കൂടുതൽ ഇൻഫ്ലുവൻസർമാരായിട്ടും ഓരോരോ മേഖലകളിൽ തിളങ്ങുന്ന ആൾക്കാർ അവരുടെ എഡ്യൂക്കേഷണൽ പവർ കൊണ്ട് മാത്രമല്ല, അതിനേക്കാൾ ഉപരി അവരുടെ ചിന്താഗതിയിലുള്ള പവർ, അവർക്ക് എവിടേക്കോ എത്തണമെന്ന് അവരുടെ ഉള്ളിൽ നിന്നുള്ള ആ സ്പാർക്ക് കൊണ്ട് എത്തിപ്പെട്ടവരാണ്. നിങ്ങൾ ഒത്തിരി വീഡിയോസ് കണ്ടില്ലേ, ജോഷ് ടോക്ക്, സ്പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ്. ഒത്തിരി ഹൈലി എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ല, എന്നാൽ ഒത്തിരി കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടി കഴിഞ്ഞിരുന്ന ആൾക്കാർ അവരുടെ ജീവിതം ആ കഷ്ടപ്പാടിൽ നിന്നൊക്കെ അവരുടെ ചിന്താഗതിയിലൂടെ അവരുടെ വാശിയിലൂടെ കെട്ടിപ്പടുത്ത ആൾക്കാരുടെ വീഡിയോസ് ഒത്തിരി കാണാൻ കിട്ടുമല്ലോ. അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാം, നിങ്ങൾ മോട്ടിവേറ്റഡ് ആവും. അങ്ങനത്തെ ഒരു 5-6 വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കും തോന്നും എനിക്കും എന്തൊക്കെയോ ആകണമെന്ന്. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. എന്തിനാണ് ഒരു ഹൗസ് വൈഫ് എന്ന നിലയിൽ നിങ്ങൾ ഒതുങ്ങിക്കൂടുന്നത്? എല്ലാ ഹൗസ് വൈഫുമാരോട് എനിക്ക് ചോദിക്കുന്നത്, ഒത്തിരി ഹൗസ് വൈഫുമാരെ നേരിട്ട് കൗൺസിലിംഗ് ചെയ്തിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അവരൊക്കെ പറയുന്ന അവർക്ക് മാരേജോടുകൂടി അവരെല്ലാം എനിക്ക് സ്വപ്നങ്ങളേ ഇല്ലെന്ന് പറയുന്നവരുണ്ട്. ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കിടപ്പുണ്ട്, അതൊന്നും പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങളില്ല. വീട്ടിന് പുറത്ത് പോകാൻ സമ്മതിക്കത്തില്ല, ഈവൻ ആരോടും വർത്തമാനം പറയാൻ സമ്മതിക്കത്തില്ല, സോഷ്യൽ മീഡിയ കണ്ടും TVയും കണ്ട് വീട്ടിലിങ്ങനെ ഇരിക്കുക.
അതല്ല, അവിടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെയും ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓൺലൈനിൽ ബൊട്ടീക്ക് നടത്തുന്നവരെ, വീട്ടിലിരുന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നവരെ, മേക്കപ്പ് ഐറ്റംസ് സെല്ല് ചെയ്യുന്നവരെ, അങ്ങനെ നമുക്ക് തന്നെ റീസെല്ലിംഗ് പ്രോഗ്രാംസ് എന്തൊക്കെയുണ്ട്. ഫുഡ് ഐറ്റംസ് പാക്ക് ചെയ്ത് കൊടുക്കുന്നവരെ, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ ഓൺലൈനായിട്ട് കൊടുക്കുന്നവരെ. എങ്ങും നിങ്ങൾ പോകണ്ട, ഓൺലൈനായിട്ടൊന്ന് നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്താൽ മാത്രം മതി, നിങ്ങളെ തേടി കസ്റ്റമർ വരും. ഇങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ആദ്യം നിങ്ങൾക്കൊരു പാഷൻ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡിന് കുറച്ച് റിച്ചാണ്, അതുകൊണ്ട് ഒരു ജോലിക്കും വിടുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുക. എന്തെങ്കിലും ഓണം, വിഷു, ഈസ്റ്റർ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും വീട്ടിലോട്ട് പോകണം. അവിടെ പോകണമെങ്കിൽ ഹസ്ബൻഡിനോട് ചോദിക്കണം വണ്ടിക്കൂലി. വീട്ടുകാർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിന് ഹസ്ബൻഡ് തരുന്ന പൈസ തികയത്തില്ല. അപ്പോൾ ഹസ്ബൻഡിനെ ദൂഷിച്ച് പറയുക, അല്ലെങ്കിൽ അങ്ങേര് സഹായിച്ചില്ല. ഇതൊക്കെ എന്തിന്? നമുക്ക് സ്വന്തമായിട്ട് ഒരു 500 രൂപ ദിവസം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജോലി ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ പേരൻസിനെ സഹായിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സിന്, നമ്മുടെ ബന്ധുക്കളിലെ കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു സ്വീറ്റ്സ് എങ്കിലും വാങ്ങിക്കൊടുക്കാൻ ആരുടെയും മുന്നിൽ കൈ നീട്ടാണ്ടാത്ത ഒരവസ്ഥ വരുന്നത് എത്ര അഭിമാനകരമാണ്. അതിനെപ്പറ്റി ചിന്തിക്കുക. വീടിന് പുറത്തു പോകാൻ സമ്മതിക്കാത്ത ഒത്തിരി പേരുണ്ട്. അതിനെല്ലാം വിട്ടേക്കും. വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ഉള്ള സാഹചര്യങ്ങളിൽ ചെയ്യാവുന്ന എന്തോരം ഓൺലൈൻ ബിസിനസ്സുകളുണ്ട്. അതിനെപ്പറ്റി കാണുക, അതിനെപ്പറ്റി കേൾക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, എന്നിട്ട് ചെയ്ത് നോക്കുക. 1-2 കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി ശരിയാവത്തില്ല, ഉടനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുകയല്ല വേണ്ടത്. ഒരിക്കലും നമ്മളൊരു കാര്യം ചെയ്ത് ഒരു പ്രാവശ്യം പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ അവിടുന്ന് എഴുന്നേൽക്കാതെ അതോടെ കൂടി എല്ലാം തീർന്നു എന്ന് ചിന്തിക്കരുത്. അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ഒരു കുഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പം അവനോ അവളോ എത്ര പ്രാവശ്യം വീഴും. അതുകൊണ്ട് ഇപ്പോൾ 2 പ്രാവശ്യം വീണു, എൻ്റെ കാല് പൊട്ടിയല്ല, തല പൊട്ടി, എൻ്റെ കൈ പൊട്ടിയെന്ന് പറഞ്ഞിട്ട് അവർ നടക്കാതിരിക്കുമോ? അവരെ ആരും മോട്ടിവേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ അവർക്ക് നടന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മളും പരാജയങ്ങൾ വരുമ്പോൾ അവിടെ നിർത്തുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലതയിൽ കൂടെ ആ പരാജയത്തിൽ നിന്ന് ഞാൻ എന്താണ് പാഠം പഠിച്ചത്, ഈ പാഠം, അതായത് എന്താണ് എനിക്ക് കിട്ടിയ പാഠം, അതെനിക്ക് ഇനിയും വരുന്ന സ്റ്റെപ്പുകളിൽ ആവർത്തിക്കാതെ ഞാൻ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ ചെറിയ ചെറിയ പരാജയങ്ങൾ തുടക്കത്തിൽ വന്നാലും തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ പൊയ്ക്കോളും, നമ്മുടെ വണ്ടി ഉരുണ്ടോളും. ആ ഒരു തുടക്കം നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരണം. അതിനുവേണ്ടിയുള്ള ഒരു സ്പാർക്കിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. മാറി ചിന്തിക്കേണ്ട കാലമായിരിക്കുന്നു. 80-90s അമ്മച്ചിമാരെ പോലെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങുക. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്നത്തെ കാലത്ത് നമുക്ക് വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഒത്തിരി ലേഡീസിൻ്റെ കാര്യം ഓൺലൈനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവുമോ എന്നുള്ള പേടിയാണ്. ഓൺലൈൻ യൂസ് ചെയ്യാൻ അറിയത്തില്ല. ഇതൊക്കെ നമുക്ക് ചെറുതായിട്ട് ഏതെങ്കിലും ഓൺലൈനിൽ എങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാം, എങ്ങനെ പേജസ് ക്രിയേറ്റ് ചെയ്യും, ഇതിനൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഫ്രീ ആയിട്ട് പോലും ക്ലാസ് തരുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ ഫോളോ ചെയ്യുക. ഇനി ചെറിയ 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ എന്തെങ്കിലും സ്കിൽസ് നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്കിൽ അറിയാം, അതൊന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ. പഠിക്കുന്നത് കൊണ്ട് ഒരു ദോഷവും ഇല്ല. നമ്മൾ എന്തോ ഒരു പൈസ കൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും സ്വീറ്റ്സ് വാങ്ങുന്നു, നമ്മൾ ഒത്തിരി പൈസ കൊടുത്ത് ഒരു ഡ്രസ്സ് വാങ്ങുന്നു, ഇതൊന്നും നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലിട്ട് വരുന്നില്ലല്ലോ. എന്നാൽ ഒരു 500 രൂപ അല്ല 1000 രൂപ മുടക്കി എന്തെങ്കിലും ക്ലാസ്, ഇപ്പം നിങ്ങൾക്ക് ബേക്കിംഗ് ഇഷ്ടമാണ്, അപ്പോൾ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ പലഹാരം ഉണ്ടാക്കാൻ പഠിക്കാം, അതല്ലെങ്കിൽ സ്റ്റിച്ചിങ് പഠിക്കാം. എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ വേണ്ടി ഒരു 500 രൂപ ചിലവഴിച്ച് ഓൺലൈൻ നമുക്ക് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നെറ്റ് എപ്പോഴും അവൈലബിൾ ആണ്. 24/7 നമുക്ക് നെറ്റ് അവൈലബിൾ ആണ്. ആരുടെയും പെർമിഷൻ ആവശ്യമില്ല. മൊബൈലില്ലാത്ത ഒരു കുഞ്ഞുങ്ങളും ഇല്ലല്ലോ. എന്തായാലും നമ്മുടെ കയ്യിൽ ഒരു ഇൻ്റർനെറ്റുള്ള മൊബൈൽ ഉണ്ടാവും. അതിലൊരു 500 രൂപ കൊടുത്തിട്ട് എന്തെങ്കിലും, ഇപ്പം നമുക്ക് ഓൾറെഡി സ്റ്റിച്ചിങ് അറിയാം, എന്നാൽ കുറച്ച് ഇച്ചിരി ഫാഷനബിളായിട്ട് എന്തെങ്കിലും പഠിക്കാം. 500 രൂപ അല്ലെ 1000 രൂപ 2 ആഴ്ച ക്ലാസ്, അതൊക്കെ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുക. പഠിത്തം നിർത്തി കഴിഞ്ഞാൽ നമ്മൾ തീർന്നു. നമ്മൾ എന്തെങ്കിലും പുതിയത് പഠിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് നമ്മുടെ സ്കിൽസിനെ ഇമ്പ്രൂവ് ചെയ്യുക. നമ്മൾ മുന്നോട്ട് പോവുക. എന്തിനും നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം? നമ്മുടെ ജീവിതം എന്തിനും നമ്മളൊരു മുറിക്കുള്ളിൽ അടച്ചിട്ട് അങ്ങനെ തീർക്കാനുള്ളതല്ലല്ലോ ഓരോ ലേഡീസിൻ്റെ സ്നേഹം. നിങ്ങൾ വീട്ടിലിരിക്കുന്നു എന്നതുകൊണ്ട് അതൊരു ഒഴിവല്ല, ഒരു വലിയ ഉത്തരവാദിത്തമാണ്. വീട്ടിനുള്ളിലെ ശാന്തിയും ശാക്തീകരണവുമാണ് നിങ്ങൾ നൽകുന്നത്. നിങ്ങളുടെ കഴിവുകൾ പുറം ലോകം ഇപ്പോഴും കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ കഴിവുകൾ ഉണ്ടായിരുന്നു എന്നല്ല, ഉണ്ട്. അതിനെ പൊടി തട്ടിയെടുക്കേണ്ട താമസമേ ഉള്ളൂ. നിങ്ങൾ ചിലപ്പോൾ ചില ഭാര്യമാരുണ്ട്, മീൻസ് ഹൗസ് വൈഫുമാരുണ്ട്, അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആരോടും പറയില്ല. ചിലപ്പോൾ അറിയാതെയാണെങ്കിലും ഹസ്ബൻഡിനോടോ വീട്ടിലുള്ളവരോടോ പറയുമ്പോൾ അവർ ചോദിക്കും, അങ്ങ് നേരത്തെ എന്തുകൊണ്ട് പറഞ്ഞില്ല. അന്നിപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒത്തിരി ബിസിനസ്സിലുള്ള ലേഡീസിനെ എനിക്കറിയാം. അവർ തുടങ്ങാൻ അവർ ആ ഇൻട്രസ്റ്റ് കാണിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും വീട്ടുകാരെല്ലാം സപ്പോർട്ടാവും. നമ്മുടെ ഉള്ളിൽ നിന്ന് ആദ്യം നമ്മൾ തന്നെ പോസിറ്റീവായിട്ട് നമ്മുടെ ഉള്ളിലെ ആ സ്പാർക്കിനെ പുറത്തെടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സാഹചര്യങ്ങൾ മാറി വരും. ഓരോ ഭക്ഷണവും ഓരോ പരിചരണവും വളരെ കൃത്യതയോടെ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നില്ലേ? അതെല്ലാം ചെറിയ കാര്യമായിട്ട് കാണരുത്. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ നിങ്ങളുടെ ആബ്സെൻസിൽ അതെത്ര ഇമ്പോർട്ടൻസ് ആണെന്ന് അത് ലഭിക്കുന്നവർക്ക് മനസ്സിലാകും. നിങ്ങളുടെ കഴിവുകൾക്ക് അതിരുകളില്ല. നിങ്ങളുടെ വിശ്വാസം
നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുള്ളൊരു വിശ്വാസം അവിടെ മാത്രമാണ് അതിലുള്ളത്. അല്ലാതെ നിങ്ങളുടെ കഴിവുകൾക്ക് ഒരതിരുകളുമില്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എത്തിച്ചേരാം. സമയമില്ല എന്നത് ഒരു ഭ്രാന്തമായ ആശയമാണ്. സമയം നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ ലോകത്തിൽ വിജയം വരിച്ചവരും വരിക്കാത്തവരും എല്ലാ ആൾക്കാർക്കും 24 ഹവേഴ്സാണുള്ളത്. അപ്പോൾ സമയമില്ലെന്ന് നമ്മൾ പറയുന്നത് നമ്മളാണ് നമ്മുടെ സമയത്തെ ക്രമീകരിക്കേണ്ട ആൾക്കാർ. എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന സമയം നമുക്കും തന്നിരിക്കുന്നു. ഒരു എക്സ്ട്രാ മിനിറ്റ് പോലും സെക്കൻഡ് പോലും ആർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ എങ്ങനെ കഴിവുള്ളവർ ആ സമയത്തെ വിനിയോഗിക്കുന്നു, നമുക്കും അതുപോലെ വിനിയോഗിക്കാൻ പറ്റും. എവിടെയാണ് നമ്മൾ അനാവശ്യമായി സമയം ചെലവഴിച്ച് കഴിയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കുടുംബം നിലകൊള്ളുന്നതിൻ്റെ പിൻബലമാണ് ഓരോ സ്ത്രീയും. അതൊരു കുഞ്ഞു ജോലിയായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. അതിനെ നിങ്ങൾ തന്നെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്താലേ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുകയുള്ളൂ. ഓരോ കുടുംബിനികളും വിചാരിക്കും നിങ്ങൾക്ക് സമയമില്ല. ഒരു കുടുംബം നിലകൊള്ളുന്നത് നിങ്ങളുടെ ബലത്തിനാണെന്ന് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ ത്യാഗങ്ങൾക്ക് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വെച്ച് വിളമ്പിയ ആൾക്കാരെ എല്ലാം ഭക്ഷണം കഴിപ്പിക്കുന്നത് മാത്രമല്ല, ഒരു വീടിന് അല്ലെങ്കിൽ ഒരു വീട്ടുകാർക്കെല്ലാം സ്വപ്ന നിർമ്മാണമാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളൊരമ്മ, ഭാര്യ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരി എല്ലാം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്കാകാൻ പറ്റും. ഒരു ഭാര്യ, അമ്മ എന്നുള്ളതിൽ ഒതുങ്ങിപ്പോവുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നല്ലൊരു സംരംഭകയാകാൻ പറ്റും. നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേറ്റർ ആകാൻ പറ്റും. നിങ്ങൾ നിങ്ങളെ സംശയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളെ സംശയിക്കും. അതല്ല, നിങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കാൻ പറ്റും, നിങ്ങൾക്ക് പണം നേടാൻ കഴിയും, എന്നെക്കൊണ്ട് പറ്റും, എനിക്ക് കഴിവുകളുണ്ട്, ഞാൻ ഇത്രയും പഠിച്ചതാണ്, എന്നെക്കാട്ടിലും പഠിക്കാത്തവർ ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ എന്തുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള ചിന്ത ആദ്യം മറ്റുള്ളവരല്ല നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കേണ്ടത്, നിങ്ങൾ തന്നെ ചിന്തിക്കാൻ തുടങ്ങണം. പഠനം തുടരാൻ പ്രായം ഒരു പ്രശ്നമല്ല. അപ്പോൾ ചിലവർക്കുണ്ട്, ഞാൻ 12ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ, അല്ലെ 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ, പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ പഠിത്തമൊന്നുമില്ല. നിങ്ങളുടെ പാഷൻ എന്താണ്? നിങ്ങൾക്ക് എന്താണ് പഠിക്കാനുള്ളത്? അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇരുന്ന് പഠിക്കാം. അല്ലെങ്കിൽ പഠനം തുടരുന്നതിന് പ്രായം ഒരു പ്രശ്നമേ അല്ല. ഓരോ ദിവസവും ഒരു ശക്തമായ സ്ത്രീയെ നിങ്ങൾക്ക് നിർമ്മിക്കാൻ പറ്റും. കുടുംബം സംരക്ഷിക്കാൻ നിങ്ങൾ സമർപ്പിച്ചാൽ നിങ്ങളെ ആരെങ്കിലും സംരക്ഷിക്കും എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടല്ലേ നിങ്ങളെല്ലാവരെയും സംരക്ഷിക്കുന്നത്. അങ്ങനെ പ്രായാധിക്യത്തിൽ ആരും സംരക്ഷിക്കാത്ത എന്തോരം സ്ത്രീകൾ ഇന്നുണ്ട്. അവർ കല്യാണം കഴിച്ചു, കുടുംബമായി, പിന്നെ എല്ലാവരെയും സംരക്ഷിച്ചങ്ങ് ഇരിക്കുക, സ്വന്തം കാര്യങ്ങൾ നോക്കുന്നില്ല. കുടുംബിനി ആയതിനു ശേഷം സ്വന്തം സൗന്ദര്യം പോലും നോക്കാത്ത എന്തോരം സ്ത്രീകളുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഈ ഹസ്ബൻഡ് ഒരു സാഹചര്യത്തിൽ ചോദിക്കുന്നത്, എന്നോട് ആര് പറഞ്ഞു ഇതൊന്നും ചെയ്യാതിരുന്നു, ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് കേൾക്കുമ്പോൾ ഞാൻ എന്തിനു വേണ്ടി ഇങ്ങനെ എൻ്റെ ടൈം വേസ്റ്റാക്കിയെന്ന് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാനിടയാവരുത്. നിങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ, നിങ്ങളൊരു ജോലി നേടി നിങ്ങൾ സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ആത്മാഭിമാനം കൂടാതെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ ആത്മാഭിമാനം ഉയരും. നിങ്ങളുടെ ശബ്ദം വിലപ്പെട്ടതാണ്. അതിനെ അഭിമാനത്തോടെ ഉപയോഗിക്കുക. ആരും പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ മൂടി വെക്കേണ്ടതില്ല. ഇന്ന് വരെ ഞാൻ മൂടി വെച്ചെങ്കിൽ നാളെ തൊട്ട് ഞാൻ പറയാൻ തുടങ്ങും, എനിക്കിങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ഇതെനിക്ക് ചെയ്യണം, ഇത് ചെയ്ത് കാണിക്കണം, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, അതൊക്കെ ചെയ്യാൻ പോവുകയാണെന്ന് അങ്ങ് പറയുക. അപ്പോൾ വരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ. നിങ്ങൾ വിചാരിക്കാത്തവരായിരിക്കും ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും അവർ നെഗറ്റീവാണ്, അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യില്ലെന്ന് വിചാരിക്കുന്നവർ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ആ ശബ്ദം, അതിൻ്റെ ഗാംഭീര്യം തിരിച്ചറിയുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വരും. നിങ്ങൾ മിണ്ടാതെ കഴിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകൾക്കും പ്രതിഫലമുണ്ട്. അത് നിങ്ങൾ മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം അതിനൊരു പ്രതിഫലമില്ല. നിങ്ങൾ എന്ന് മിണ്ടിത്തുടങ്ങുന്നു അന്ന് തൊട്ട് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാൻ തുടങ്ങും. ഓരോ വീട്ടമ്മയും സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും മാതൃകയാണ്. അങ്ങനെ സ്നേഹിച്ചു മാത്രം ഇരുന്നാൽ മതിയോ? എങ്ങനെയെല്ലാം പുറത്തും സഹിച്ചിരുന്നിട്ട് എന്ത് നേടാനാണ്? ഇന്നത്തെ കാലത്ത്, അതായത് ഈ 2000-ൻ്റെ ആണ്ടുകൾ 2025 ആയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒന്നുമില്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ത്രീകളെ ആരും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ തന്നെ നോക്കൂ. നിങ്ങളൊരു എല്ലാം ഹസ്ബൻഡ് അല്ലെങ്കിൽ വീട്ടുകാരെല്ലാം പറയുന്നത് എല്ലാത്തിനും യെസ് പറയുന്നത്, എവിടെ നോ പറയണമെന്ന് പോലും അറിയാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ആരാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ റെസ്പെക്റ്റ് ഉണ്ടോ? നിങ്ങൾ തനിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളെന്താണ് ചിന്തിക്കുന്നത്? എന്നെക്കൊണ്ട് ഒന്നിനും പറ്റത്തില്ല, ആരും എനിക്കൊരു വില തരുന്നില്ല, ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊരു ഫീലിങ്സ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും ഒരു പാവയാണ്. നിങ്ങൾ സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കുന്നില്ല. ഇന്ന് തൊട്ട് ആ ഒരു തീരുമാനം ഞാൻ എടുക്കും, എനിക്കെൻ്റെ ആഗ്രഹങ്ങൾ ഞാനത് പറയും എന്നുള്ളൊരു തീരുമാനത്തിൽ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് സ്വയം പണം സമ്പാദിക്കാനും അതിനായി ഒരടി വെച്ച് തുടങ്ങാനും ഇന്നങ്ങ് വിചാരിച്ചിട്ടങ്ങ് തുടങ്ങിക്കോളുക. വീട്ടിൽ നിന്ന് തുടക്കമാകാം ഒരു പുതിയ ജീവിതം. നിങ്ങളുടെ ബുദ്ധിയും കരുത്തും നിങ്ങൾക്കായും ഈ ലോകത്തിനായിട്ടും പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളുടെ വിചാരങ്ങളും മറ്റൊരു സ്ത്രീക്കും പ്രചോദനമാകാം.
നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുക, മറ്റുള്ള ആൾക്കാരോട് പറയുക. അപ്പോൾ ഒന്നും ചെയ്യാതിരുന്ന ഒരാൾക്ക് നിങ്ങളുടെ ചെയ്തികൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകാം. സ്ത്രീകൾക്ക് കഴിയില്ലെന്ന് പറയുന്നത് തന്നെ പാഴ്വാക്കാണ്. സ്ത്രീകൾക്കാണ് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായി, ഹസ്ബൻഡ് ഉപേക്ഷിച്ച് പോയതുകൊണ്ട് ഒരു ജീവിക്കാൻ മാർഗ്ഗമില്ല. ചിലപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഫാമിലി അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാലും ആ കുഞ്ഞുങ്ങളെയൊക്കെ നല്ലതുപോലെ വിദ്യാഭ്യാസം കൊടുത്ത് നല്ല നിലയിലാക്കി വളരെ ആത്മാഭിമാനത്തോടുകൂടി കുഞ്ഞുങ്ങളെയും കൊണ്ട് നടക്കുന്ന എത്ര അമ്മമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? അവർക്കൊക്കെ എവിടെ നിന്നാണ് ആ പവർ കിട്ടിയത്? അവർക്ക് ശൂന്യതയിൽ നിന്നല്ല, അവരുടെ ഉള്ളിലുള്ള ആ പവറിനെ ഒരു സാഹചര്യം വന്നപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല, പോയി മരിച്ചു കളയാമെന്ന് ചിന്തിക്കാത്തത് കൊണ്ട് അടുത്ത ഓപ്ഷൻ അവർ തിരഞ്ഞെടുത്തു. അതാണ് അവരുടെ ശക്തി. ആ ഓപ്ഷൻ എല്ലാവരുടെ മനസ്സിലുണ്ട്, എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്. അതിനെ നമ്മൾ തിരിച്ചറിയണം. പിന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങളുടെ സ്വപ്നങ്ങൾ അനന്തമാണ്. അതൊന്ന് പഠിച്ചു തുടങ്ങുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ചൊന്ന് എഴുതി തുടങ്ങി, ഒരു ബുക്കിൽ എഴുതി തുടങ്ങി, എനിക്ക് എന്താവണം. നിങ്ങളുടെ കരുത്ത് തെളിയിക്കാനുള്ള ഒരു നല്ല ദിവസമാണിന്ന് എന്ന് വിചാരിച്ച് നിങ്ങൾ തുടങ്ങുക. എന്നിട്ട് ഞാൻ വിചാരിക്കുക, ഇന്ന് തൊട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലത്തെ ജോലികളൊക്കെ ചെയ്തിട്ട് ഫ്രീ ടൈമിലൊന്ന് യൂട്യൂബോ അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. ആ ഒരു ചിന്തയോടുകൂടി നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ കാണുന്ന എന്തെങ്കിലും 1-2 വീഡിയോകൾ നിങ്ങൾക്ക് സ്പാർക്ക് തരും. ആ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ പാഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ കണ്ടുമുട്ടും. എന്നാന്ന് വെച്ചാൽ നിങ്ങളുടെ ചിന്ത പോസിറ്റീവായി, നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള ആഗ്രഹം മനസ്സിൽ ഉദിച്ചപ്പോൾ അതിനനുബന്ധിച്ചിട്ടുള്ള വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഓട്ടോമാറ്റിക്കലായിട്ട് വരികയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ചിന്തകളിലൂടെ, നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നിങ്ങളതിനെ ആകർഷിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും തുടങ്ങുന്നത് വിശ്വാസത്തിൽ നിന്നാണ്. എന്നിൽ തന്നെയുള്ള വിശ്വാസം, അതാണ് എല്ലാവരെയും ഉയർച്ചയിൽ എത്തിച്ചിട്ടുള്ളത്. നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമേ മറ്റുള്ളവർ നിങ്ങളിൽ വിശ്വസിക്കൂ. തോൽവി തുടങ്ങുമ്പോൾ അത് വിജയത്തിൻ്റെ ശബ്ദമാണെന്ന് മനസ്സിലാക്കണം. ഒരു കാര്യം ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് തുടങ്ങി, അപ്പോൾ അതങ്ങ് ഫ്ലോപ്പായിപ്പോയി. ഉടനെ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൊച്ചുങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾ ഒരു പ്രാവശ്യം വീഴും, മുട്ട് പൊട്ടി, കാല് പൊട്ടി, തല പൊട്ടി, ഉടനെ എന്നാൽ ഇതെല്ലാം മുട്ടി, അതുകൊണ്ട് ഞാൻ ഇന്നോട്ട് നടക്കുന്നില്ലെന്ന് ആ കുഞ്ഞുങ്ങൾ വിചാരിക്കുമോ? അല്ലെങ്കിൽ അവരോട് പേരൻസ് പറയാം നീ ഇന്നുകൊണ്ട് നടക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നടക്കാതിരിക്കുമോ? ഇല്ല, അവർക്കറിയാം, അവരുടെ ഉള്ളിലായതുകൊണ്ട് നടക്കണം എന്നുള്ളത്. അത് പ്രതിസന്ധികൾ വരുമ്പോഴത്തേക്കും അന്നും പറഞ്ഞ് ചോരയായി, ഇന്നിപ്പോൾ ഒരു കൈ പൊട്ടി, കാല് പൊട്ടി എന്ന് പറഞ്ഞ് പിള്ളേർ നടക്കാതിരിക്കുമോ? അതുപോലെ തന്നെയാണ് നമ്മുടെ തോൽവികൾക്ക്. നമ്മൾ എന്തെങ്കിലും തുടങ്ങിയിട്ട് തോൽവി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ആ തോൽവിയിൽ നിന്ന് പഠിക്കണം. അവിടെ എന്തൊക്കെയാണ് മിസ്റ്റേക്ക്, ഇനിയും തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇനിയും ചെയ്യുമ്പോൾ ഈ തോൽവികൾ, ഈ പറഞ്ഞ മിസ്റ്റേക്കുകൾ ആവർത്തിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുക. നിങ്ങൾ വിജയിക്കും. വിജയികൾ ലക്ഷ്യത്തിൽ ശ്രദ്ധിക്കുന്നത്, തോറ്റവർ പ്രശ്നത്തിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. വിജയിക്കുന്നവർ ആഗ്രഹിക്കുന്നു, വിജയം വേണമെന്ന് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു പ്രശ്നം വന്നു അവിടെ അങ്ങ് നമ്മൾ ഫെയിലിയറായിപ്പോയി, അതങ്ങ് സക്സസ് ആയില്ലെങ്കിൽ അതിനകത്തുള്ള സാധ്യതകൾ, ആ സക്സസ് ആകാതിരിക്കാൻ എന്താണ് പറ്റിപ്പോയത്, അതെങ്ങനെ പരിഹരിക്കാം എന്നതിനെപ്പറ്റി ചിന്തിക്കും. അതല്ലാതെ മടുത്ത് എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകണ്ട നെഗറ്റീവ് ചിന്തിക്കുന്നവർ, അതുകൊണ്ട് അതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇനി ഈ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കും. സ്വയം സംശയിക്കുന്നത് വിജയത്തിൻ്റെ വലിയ ശത്രുവാണ്. നിങ്ങൾ നഷ്ടപ്പെട്ടത് നോക്കാതെ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് മുന്നോട്ട് പോകുക. ഇപ്പം നിങ്ങൾ കല്യാണം കഴിച്ചു, ഒരു 10 വർഷമായി, കുഞ്ഞുങ്ങളൊക്കെ ഒരുവിധം പഠിക്കാനൊക്കെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫ്രീ ടൈം, പിള്ളേരെല്ലാം സ്കൂളിൽ പോകും. അപ്പം നിങ്ങൾ പറയുക, അത്രയും വർഷങ്ങളൊക്കെ വേസ്റ്റായി പോട്ടെ, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റി ചിന്തിക്കൂ. അതായത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നിമിഷം നിങ്ങൾക്ക് പുതിയ തുടക്കം ചെയ്യാൻ പറ്റുമോ? ലോകം നിങ്ങളെ തിരിച്ചറിയാൻ വൈകാം, പക്ഷേ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ തന്നെയാണ് എടുക്കേണ്ടത്. ആ ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങുമ്പോൾ നിങ്ങൾ തന്നെ മാറ്റം ഉണ്ടാകാൻ തുടങ്ങും. പതുക്കെ പതുക്കെ ലോകം നിങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങും. തകരാൻ തക്കവണ്ണം നമ്മൾ ഉരുക്കല്ല. നമ്മൾ ചൂടാകുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ നിന്ന്, അതായത് നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴേ നമ്മുടെ ഉള്ളിലുള്ള ആ പവറുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്ത് നടക്കുമ്പോഴും എന്തൊക്കെ നടന്നാലും ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളൊരു പോസിറ്റീവ് തിങ്കിങ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നിങ്ങളെ അവരോട് സംസാരിക്കാൻ പോകേണ്ട ആവശ്യമില്ല. അവർക്കൊക്കെ മുന്നിൽ നിങ്ങളുടെ വിജയം സംസാരിച്ചു കൊള്ളും ഒരു ദിവസം. എല്ലാവരും നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് നമുക്ക് ദേഷ്യം വരുന്നതും വാശി വരുന്നതും ഒക്കെ. നമ്മളിപ്പം നമ്മളെ ശ്രദ്ധിക്കാത്ത, അല്ല നമുക്ക് വാല്യൂ തരാത്ത ഒരാൾക്കാരുടെ അഭിപ്രായങ്ങളൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല.
കേട്ടിട്ട് അത് മറ്റേ ചെവിയിലൂടെ ഇറക്കിക്കളയുക. അതിനോട് റിപ്ലൈ ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. നമ്മൾ വീട്ടിലുള്ള ഒത്തിരി സാഹചര്യങ്ങൾ ഇങ്ങനെ വഴക്കുകൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ആൾക്കാർ എന്ത് സംസാരിക്കുന്നു അതിനു വേണ്ടി നമ്മൾ ഉടനെ തന്നെ മറുപടി പറയും. ചിന്തിക്കത്തില്ല, നമുക്ക് ആവശ്യമുണ്ടോ, നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ അങ്ങനെ ഓട്ടോമാറ്റിക്കലായിട്ട് ജീവിച്ചു പോകുന്നു. അതൊക്കെ നിർത്തിയിട്ട് നമ്മളിലേക്ക് മാത്രം തിരിഞ്ഞു നോക്കുക. കഷ്ടപ്പാട്, നമ്മുടെ സ്വന്തമായിട്ടുള്ള കഷ്ടപ്പാടുകളാണ് നമുക്ക് ഉള്ളിൽ നിന്നൊരു ശക്തി തരുന്നത്. പിന്നെ നമ്മളോട് എതിർത്ത് സംസാരിക്കുന്നവരോട് നമ്മൾ മൗനമായിട്ട്, നമ്മുടെ സൈലൻസ് ആയിരിക്കണം അവിടെ വിജയം. നമ്മുടെ വിജയം ഒരു ദിവസം അവരുടെയൊക്കെ മുന്നിൽ ഉയർന്നു വരുമ്പോൾ സംസാരിക്കാം. ഒരു ദിവസം നിങ്ങൾക്കായി സ്വപ്നം കാണുന്നുണ്ട്, ഒരു ദിവസം വരും എന്തൊക്കെയോ ചേഞ്ച് ആകും. അങ്ങനെയൊന്നുമില്ല. ഇന്ന് നിങ്ങൾ ചേഞ്ച് ആകണമെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കുക. ചെറുതായാലും ഓരോ മുന്നേറ്റവും വിജയമാണ്. ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുക. പിഴച്ചാലും പുനരാരംഭിക്കുക. ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി പോയി ശരിയായില്ല, ഒന്നും കുഴപ്പമില്ലല്ലോ, അത് വേറൊരു രീതിയിൽ ഒന്നും കൂടെ ആരംഭിക്കുക. പിന്മാറി സ്റ്റോപ്പ് ചെയ്യരുത്. അങ്ങനെയുള്ളവർ ഒരിക്കലും ചെയ്യത്തില്ല. നിങ്ങൾ പറയുന്നതല്ല ചെയ്യുന്നതാണ് നിങ്ങൾ ആരാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. എപ്പോഴും എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ട്, അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ല. ഇന്ന് നിനക്ക് എന്ത് അതിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. വളർച്ച എപ്പോഴും എല്ലാം കൂടെ സൗകര്യമായിട്ടുള്ളതായിരിക്കില്ല, പക്ഷേ അത് വിജയത്തിൻ്റെ മാർഗമാണ്. ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളർന്നുകൊണ്ടേയിരിക്കുക. ആഗ്രഹത്തിന് ചിറകേഴുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറക്കാൻ വേണ്ടി നിങ്ങളിങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുക. നിങ്ങളുടെ അതിനുവേണ്ടിയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭയം, ഇത് ചെയ്താൽ അവരെന്നാ പറയും, ഇവരെന്ത് പറയും, അങ്ങനെ നമ്മൾ എല്ലാവരുടെ അഭിപ്രായം കേട്ടിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യം ആരുടെ അഭിപ്രായം കേൾക്കാതെ ചെയ്യാൻ തുടങ്ങുക. അതിനുശേഷം വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ ഓക്കെ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. എല്ലാവരുടെയും പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഭയത്തിന് അവിടെ ഒരു സ്ഥാനവും കൊടുക്കരുത്. ഭയക്കുന്നവൻ ഒന്നും നേടത്തില്ല. ഭയമാണ് അവനെ ഭരിക്കുന്നത്. പ്രശ്നങ്ങളെല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും. അതിനെ അഭിമുഖീകരിക്കണം, അതിനെ എങ്ങനെ നേരിടണം എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. പ്രശ്നങ്ങളില്ലാതെ സക്സസ് ആയിട്ടുള്ള ആൾക്കാർ ആരുമില്ല. എല്ലാവരും ഒറ്റയടിക്ക് അങ്ങോട്ട് വിജയം വരിച്ചവരുമല്ല. പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാൻ പഠിക്കണം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ എന്തൊക്കെയാണ് നേടാൻ വിചാരിക്കുന്നത് അതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ചിന്തിക്കുന്നത് മാത്രമല്ല നിങ്ങൾക്ക് പറ്റുന്നത്. അതിനേക്കാളും ഒത്തിരി പൊട്ടൻഷ്യൽ കഴിവുകളും ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമ്മളെ തന്നെ ഇത് ചെയ്യുക, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമ്മുടെ കഴിവില്ലാത്തവളാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമുക്ക് എല്ലാവിധ കഴിവുകളും മറ്റുള്ള വ്യക്തികൾ കൊടുത്തിരിക്കുന്നതിനേക്കാളും എക്സ്ട്രാ ആയിട്ടുള്ള കഴിവുകളുമായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ തന്നെ വിശ്വസിക്കണം. നമ്മളാണ് ഏറ്റവും സൂപ്പറെന്ന് വിചാരിക്കണം. നമ്മുടെ മനസ്സാണ് ഏറ്റവും നല്ല ശക്തിയുള്ള ഉറവിടം. ഓരോ ദിവസവും വിജയത്തിലേക്കുള്ള ഒരു ചുവടാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം ചിന്തിക്കുന്നതിനും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിനും തീരുമാനം എടുക്കുന്നതിനും മുമ്പ് മനസ്സിനെ ശാന്തമാക്കുക. വിശ്വസിക്കുക, നമ്മൾ തന്നെ വിശ്വസിക്കുക, എനിക്ക് ചെയ്യാൻ പറ്റും, എന്നിട്ട് തുടരുക. തോൽവിയെ അവസരമാക്കി മാറ്റുക. അവരാണ് വിജയിക്കുന്നത്. തോൽവി ഉണ്ടായെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് പോരെ. ഇപ്പോൾ ഞാനൊരു സ്റ്റിച്ചിങ് ഷോപ്പ് തുടങ്ങി, കുറച്ച് ദിവസങ്ങളൊക്കെ വർക്ക് ചെയ്ത്, മന്ത്ലി വർക്ക് ചെയ്ത് അതങ്ങ് ക്ലോസ് ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ എന്നേക്കുമായി അതങ്ങ് നിർത്തുകയല്ല ചെയ്യേണ്ടത്. വേറെ ഏതെങ്കിലും രീതിയിൽ പിന്നെയും തുടങ്ങുക. ആ മിസ്റ്റേക്കുകളൊന്നും ആവർത്തിക്കാത്ത രീതിയിൽ തുടങ്ങുക. ഇപ്പോഴാണ് തുടങ്ങുന്നത്. നിങ്ങൾക്കായി, നിങ്ങളുടെ ഭാവിക്കായിട്ട് ഇപ്പോഴേ ചിന്തിക്കുക, തുടങ്ങുക. ഓരോ സ്ത്രീയോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കഴിവുകളെയൊക്കെ മൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മുടെ ഫാമിലി നമ്മളെ വയസ്സാകുമ്പോൾ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല. ഇതൊന്നും നടക്കത്തില്ല. എല്ലാവരും ചിറക് മുളച്ച് എല്ലാവരും സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുന്നു. എല്ലാവർക്കും അതിനുള്ള സാഹചര്യങ്ങളുണ്ട് മുന്നിൽ. അതിനെ നമ്മളും യൂസ് ചെയ്യുക, കുതിച്ചുയരുക, പറന്നുയരുക, സ്വപ്നം കാണുക.